ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ രണ്ട് സിനിമയുടെ ടീസറാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, അത് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടും ഏകദേശം ഇന്നലെ വന്നതാണ്. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് റിയാക്ട് ചെയ്യാത്ത, കിടിലൻ സാധനമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കിടിലൻ സാധനമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട്. ഇതിൽ ലെവൽ ക്രോസിൻ്റെത് ഇന്നലെ ഞാൻ സിനിമ കണ്ടപ്പോൾ അതിൽ തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിച്ചിരുന്നു. മുഴുവൻ കാണാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയപ്പോൾ ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസിഫിന്റെ ലുക്ക് കണ്ടിട്ട് ഓർഡിനറി സിനിമയിലെ പുള്ളിക്കാരൻ്റെ ലുക്ക് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ എനിക്ക് തോന്നി. എനിവേ ആദ്യം ഏത് കാണാം? എനിക്കൊന്ന് ഉള്ളടക്കം തന്നെ കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച്. നന്നായിട്ട് ചിരിച്ചേ. നന്നായിട്ട് ചിരിച്ചേ. ചേട്ടാ ഒന്നങ്ങോട്ട് ഇരുന്നേ. ഒന്നുകൂടി ചേർന്നിരിക്കേ. ഇനി ആ കൈ എടുത്ത് ചേച്ചിയുടെ തോളത്തുനിന്ന് വെച്ചേ പിടിക്കട്ടെ. അനുവാദം മറ്റേ കൈ വെച്ച് ചേച്ചിയുടെ കയ്യിലൊന്ന് പിടിച്ചോ. ഇനി രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കുവോ. അങ്ങനെ തന്നെ നിന്നോ. നന്നായിട്ട് ചിരിക്കുക. രണ്ടുപേരും നന്നായിട്ട് ചിരിച്ചേ. സ്മൈൽ ചെയ്തേ. ക്രിസ്റ്റോ ടോമി, റിട്ടേൺ ഡയറക്ടഡ് 3rd ജൂൺ ടീസർ ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവം? ഇത് ഗ്ലിംസ് പോലെ എന്തെങ്കിലും ഉണ്ടെന്നാണോ? എനിവേ നല്ല സംഭവം കേട്ടോ. ആകെ 10-30 സെക്കൻഡോ 40 സെക്കൻഡ് അല്ലേ, അത്രേ ഉള്ളൂ. നല്ല ഭയങ്കര ഒരു എന്താ പറയാ, ചെറിയൊരു സാധനം. ജസ്റ്റ് ആ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഇടയിലുള്ള ചെറിയൊരു സംഭവമുള്ളൂ. പക്ഷെ അതിൽ തന്നെ പറയാതെ കുറേ കാര്യങ്ങൾ പറയുന്ന പോലെ അവർ തമ്മിൽ പരസ്പരം അങ്ങനെ ബന്ധമില്ല, ഒരു അറേഞ്ച് മാരേജ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്. സോ ഇനിയിപ്പോ ഇഷ്ടത്തോട് കൂടി തന്നെ സമ്മതിച്ചതാണോ എനിക്ക് അറിയില്ല. അത് അങ്ങനെ ഒരു എന്തൊക്കെയോ അവരുടെ മുഖഭാവങ്ങൾ ഒരു ഓക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് അറേഞ്ച് മാരേജ് ആകുമ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെയോ ഫീൽ ചെയ്തു കണ്ടപ്പോൾ. എനിക്ക് ഭയങ്കര ഒരു ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നത്. ഈ കറക്റ്റ് പേര് അങ്ങനെയാണ്, ഉള്ളൊഴുക്ക്. ഉള്ളിലെ ഒഴുക്ക് പുറത്തേക്ക് നമ്മൾ ശരിക്കും കാണുന്നില്ല. സത്യമാണത്. അത് പുറത്തുനിന്ന് കാണുമ്പോൾ അവര് ചിരിക്കാൻ പറയുന്നു, ഓക്കെ. ഫോട്ടോഗ്രാഫർ പറയുന്നു, ചിരിക്കുന്നു. പിന്നെ ആള് വന്നിട്ട് ചേട്ടൻ തോളം പിടിച്ചതെന്ന് പറയുമ്പോൾ പിടിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടുള്ളതും അത് രസമുണ്ട്. അപ്പൊ ഉള്ളിൽ എന്താണ് അവരുടെ എന്നുള്ളത് കറക്റ്റ് അങ്ങോട്ട് എടുത്ത് കാണിക്കാത്ത രീതിയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്തായാലും ഒരു നല്ല സിനിമയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പാർവതി വളരെ ബ്രില്യൻ്റ് ആക്ട്രസ് ആണ്, നോ ഡൗട്ട്. സോ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര വളരെ മെനയായിട്ട് ചെയ്യുക എന്ന് പറയില്ല, ആ ഒരു മീറ്ററിൽ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ നല്ല കഴിവുള്ള നടിയാണ്, നോ ഡൗട്ട്. സോ നമുക്ക് ഇപ്പോൾ ടീച്ചർ 3-ാം തീയതി വരുമെങ്കിൽ നമുക്ക് അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിവേ നെക്സ്റ്റ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര എന്താ പറയുക, ഇത് ചെയ്ത ആളുകളാണെങ്കിലും എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു സ്റ്റോറി പറയുന്ന സിനിമയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. റെഡി. അവിടെ പണ്ടൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങോട്ടോ പോയി. പിന്നെ ഇതുവരെ അവിടെ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. തല തിരിഞ്ഞ് കൈകുത്തി നടക്കുന്ന ഒരു ഭൂതം ഉണ്ടായിരുന്നു അത്ര. എനിക്ക് ഭൂതങ്ങളെയൊന്നും പേടിയില്ല, മനുഷ്യന്മാരെ പേടി. Then there is only one way to go now. ലെവൽ ക്രോസ് നമുക്ക് അവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ആ ലെവൽ ക്രോസ് തുടക്കത്തിൽ ഫസ്റ്റ് ഷോട്ട് തന്നെ കാണിക്കുന്നുണ്ടല്ലോ, ആ റെയിൽ പാളവും ആ ലെവൽ ക്രോസിന്റെ ആ സ്ഥലവും കാണിക്കുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ലെവൽ ക്രോസ് ഒരു പേര് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അന്നലെ ഈ പറയുന്ന പോലെ then there is only one way to go അല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് അവിടെ. ഒരു ചെറിയൊരു സർവൈവൽ ടൈപ്പ് സാധനം ആവോ എന്നറിയില്ല. ചെറിയ ത്രില്ലർ തന്നെയാണ് എന്തായാലും. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ജസ്റ്റ് ഈ ടീച്ചർ പോലെ ഒരു സാധനം കണ്ടിട്ട് നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനോ പറയാനോ പറ്റില്ല. കാരണം ഒരു പുസ്തകം ചട്ട കണ്ട് തീരുമാനിക്കരുതെന്നാണല്ലോ, നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ പറയുന്നത്. എന്തായാലും ഈ ട്രെയിലർ വരട്ടെ,
പിന്നെ ജീത്തു ജോസഫാണ് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ജീത്തു ജോസഫിന്റെ സിനിമകൾ പൊതുവെ ഈ ഇത്തരത്തിൽ ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമകളായതുകൊണ്ട് തന്നെ ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്ക് കറണ്ട് ഒരു പോക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് മതി എന്നാണ് പറയുന്നത്. സോ അടിപൊളിയായിട്ട് കാണുന്നവരെ എന്താ അല്ലേ സത്യാണേ കറണ്ട്